നമുക്ക് ഈ ക്രിസ്മസ് കാലത്ത് വീണ്ടും ഒരു പേപ്പർ സ്റ്റാർ നിർമ്മിക്കാം. ചിത്രകലയിലെ ക്രാഫ്റ്റ് ടീച്ചർ പഠിപ്പിച്ച ആ സ്റ്റാർ നിർമ്മാണത്തിലേക്ക് പോകാം. ആ സ്റ്റാറിനായിട്ട് നമ്മളിതാ ഇതേപോലെ ഒരു A4 ഷീറ്റ് പേപ്പർ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ഒന്ന് മടക്കുക. കുറച്ച് ഭാഗം മടക്കിയിട്ട് അത്രയും ഭാഗത്തൊന്ന് പശ തേച്ച് കൊടുത്ത് ബാക്കിയുള്ള ആ ഒരു ഭാഗം ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ ഒട്ടിക്കാൻ മുമ്പായിട്ട് കൈവച്ചൊന്ന് അങ്ങനെ ആക്കിയതിന് ശേഷം വേണം അവിടെ നമ്മൾ ഒട്ടിക്കാനായിട്ട്. അപ്പം ഞാൻ എന്താ ഒട്ടിച്ചിട്ടുണ്ട്. അതിനുശേഷം അത് നടുവിൽ വരുന്നൊരു രീതിയിൽ നമ്മൾ വീഡിയോയിൽ കണ്ടല്ലോ അതേപോലെ നടുവിലാക്കുക. ആ ഒട്ടിച്ച ഒരു ഭാഗം നടുവിലാക്കി എടുക്കുക. അപ്പോൾ ഇതേപോലെ ഹോള് പോലെ ആയിരിക്കും നമുക്ക് കിട്ടുക. കറക്റ്റ് ഹോള് പോലെ കിട്ടി നമ്മൾ ഉറപ്പ് വരുത്തുക. അതേപോലെ നടുവ് പോലെ നല്ല നീറ്റായിട്ട് തന്നെ ഇതേപോലെ ഞാൻ ബാക്കി വരുന്ന അത്രയും പേപ്പേഴ്സ് എടുത്തിട്ടുണ്ട്. ഇതിന് എത്ര പേപ്പേഴ്സ് വേണമെന്ന് ചോദിക്കുകയാണെങ്കിൽ 5 പേപ്പേഴ്സിന് ആവശ്യമേ ഉള്ളൂ. A4 ഷീറ്റ് പേപ്പറാണ്, ഫുൾ A4 ഷീറ്റ് പേപ്പർ. നിങ്ങളിൽ കളർ പേപ്പർ ഉണ്ടെങ്കിൽ അതെടുക്കാം, ചാർട്ട് പേപ്പർ ഉണ്ടെങ്കിൽ അതെടുക്കാം. ഇനി ഇത് രണ്ടായിട്ടൊന്ന് മടക്കി കൊടുക്കണം. ഇതേപോലെ ഞാൻ എല്ലാം രണ്ടായിട്ട് മടക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ ഡിസൈൻ വരച്ച് കൊടുക്കണം. അപ്പോൾ ഡിസൈൻ വരയ്ക്കാനായിട്ട് രണ്ടായിട്ടൊന്ന് മടക്കി കൊടുത്തതിന് ശേഷമാണ് ഡിസൈൻ വരയ്ക്കേണ്ടത്. അപ്പോൾ ഞാൻ രണ്ടായിട്ട് മടക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതിൽ ഡിസൈൻ വരയ്ക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈൻ വരയ്ക്കാം. ഞാനിവിടെ എനിക്ക് ഇഷ്ടമുള്ള ഒരു ഡിസൈൻ വരയ്ക്കുന്നതന്നേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ഡിസൈനൊന്നും അല്ല, എന്നാലും ഒരു ഡിസൈനാണ് വരയ്ക്കുക. നിങ്ങൾക്ക് ഏത് ഡിസൈൻ വേണമെങ്കിലും വരയ്ക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ഡിസൈൻ വരച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് മുറിച്ചെടുക്കണം. അപ്പോൾ ഞാൻ മുറിച്ചെടുക്കുന്നുണ്ട്. മുറിച്ചെടുക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ ആയിരിക്കും കേട്ടോ കിട്ടുന്നത്. ആ ഹോള് പോലെ അതേപോലെ തന്നെ കിട്ടും. ഇനി ഇതിലൊരു പണി എന്ന് പറയുന്ന ആ ഒരു വര വരുന്ന ആ ഒരു അച്ചു ഭാഗം കണ്ടല്ലോ, ആ ഭാഗത്തൊന്ന് പശ തേച്ച് ഒട്ടിച്ചു കൊടുക്കണം. ആ ഭാഗത്ത് മാത്രമേ പശ തേക്കാവൂ. ലൈൻ കാണുന്ന ആ ഭാഗത്ത് മാത്രം പശ തേച്ച് ഒട്ടിച്ചിട്ടുണ്ട്. ഇനി അടുത്ത പേപ്പറിൽ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നല്ല എളുപ്പമായിരിക്കും. നമ്മൾ ആദ്യം ചെയ്ത ആ ഡിസൈൻ വച്ചിട്ട് ഇതേപോലെ ഒന്ന് വരച്ചെടുത്താൽ മതിയാവും. അപ്പം ഞാൻ അടുത്തത് ഇതേപോലെ വരച്ച് വെട്ടിയെടുക്കുന്നുണ്ട്. ഇതേപോലെ എല്ലാം ഞാൻ മുറിച്ചെടുത്തിട്ടുണ്ട്. അതേപോലെ ഒട്ടിച്ചും എല്ലാം എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒട്ടിക്കുമ്പോൾ ഇതേപോലെ ആയിരിക്കും നമുക്ക് കിട്ടുക. അപ്പോൾ ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ സൈഡിൽ ഇതേപോലെ കുറച്ച് ഹോൾ ഇട്ട് വെച്ചിരിക്കുന്ന പേപ്പർ കണ്ടോ, അതേപോലെ ഈ പഞ്ച് വെച്ചിട്ട് ഹോൾ ഇട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു പേപ്പറിൽ മടക്കി വെച്ചിട്ട് വേണം ഹോൾ ചെയ്യാനായിട്ട്. അപ്പോൾ ഞാൻ മടക്കി വെച്ചിട്ട് ഹോൾ ചെയ്തിട്ടുണ്ട്. ഇത് നല്ല ഭംഗിയാണ്. ഇത് നിവർത്തുമ്പോൾ നല്ല ഭംഗിയാണ്. ഇത് ഇതിൻ്റെ ഒട്ടിക്കണം. ഈ സ്റ്റാഴ്സിൻ്റെ ഈ ഒരു ഇതെല്ലാം കൂടി നമുക്കൊന്ന് ഒട്ടിച്ചെടുക്കണം. അപ്പോൾ ഇത് ഒട്ടിച്ചെടുക്കാനൊരു രീതിയുണ്ട്. പ്രത്യേകിച്ച് ഒരു രീതിയൊന്നുമല്ല, ഒരു T മോഡലിൽ വേണം ഇത് പശ തേക്കാനായിട്ട്. താഴെ കുറച്ചൊരു ദൂരം പശ തേച്ചിട്ട് ആ മുകളിലോട്ടൊരു ഇത് കിടക്കുന്നുണ്ടല്ലോ, ഒരു വര കിടക്കുന്ന അത്രയും ഭാഗത്തും പശ തേച്ചിട്ട് വേണം എല്ലാ പേപ്പേഴ്സും ഒട്ടിക്കാനായിട്ട്. അങ്ങനെ ഞാൻ എല്ലാ പേപ്പേഴ്സും ഒട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ നിവർത്തുമ്പോൾ നമുക്ക് അടിപൊളി സ്റ്റാർ കിട്ടും. ഇടയ്ക്കൊരു നൂല് വെക്കാനാരും മറക്കണ്ട. നൂലല്ലാതെ ഇട്ടാൽ മതി.